Question number 31. The slew rate of an operational amplifier, op-amp, is defined as. നമുക്കറിയാം സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡി വി ബൈ ഡി ടി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. സോ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ സാധാരണ പറയാ വോൾട്ടേജ് പെർ മൈക്രോ സെക്കൻഡ് എന്നൊക്കെയാണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. സോ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് അതാണ് ഓപ്പ് ആമ്പിന്റെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ ഇസ് 2 വോൾട്ട്. ഒരു സർക്യൂട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ ഇവിടെ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഈ ഇൻപുട്ട് വോൾട്ടേജ് ഇതാ ഇവിടെ പ്ലസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളിതാ ഇവിടെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുത്തിട്ട് നേരെ കൊടുത്തിട്ടുള്ളത് ഇൻവേർട്ടിംഗ് ടെർമിനലാണ്, അഥവാ നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇതിനെയാണ് നമ്മൾ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് എന്നൊക്കെ നമ്മളതിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ യൂണിറ്റി ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഇതൊരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇവിടെ നോക്കുക, നമുക്കറിയാം ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതും നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതും സെയിം വോൾട്ടേജ് ആയിരിക്കും ഐഡിയൽ ഓപ്പ് ആംപ്. അപ്പോൾ ഇവിടെ വി പ്ലസ് ഈസ് ഈക്വൽ ടു വി മൈനസ്. എന്താ വി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വോൾട്ടേജ്, ഇവിടെ വി മൈനസ്. വി പ്ലസും വി മൈനസും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി ഈ വി പ്ലസ് എന്ന് പറയുന്നത് എന്താ? വി പ്ലസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ വി ഇൻ ആണ് അല്ലേ? വി ഇൻ ആണ്. അപ്പോൾ വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് ഈസ് ഈക്വൽ എന്ത് കൊടുക്കാം? വി ഇൻ ആണെന്ന് കൊടുക്കാം. ഓക്കെ ആണോ? നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നുള്ള. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നോക്ക്, ഔട്ട്പുട്ട് നേരെ ഇവിടെ നിന്ന് ഇതാണ്, ഈ ഫീഡ്ബാക്ക് ഇങ്ങനെയാണ്, അപ്പോൾ നേരിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞതാ ഈ കണക്ഷൻ നേരിട്ട് ഇങ്ങോട്ടാണുള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ വി മൈനസ് വോൾട്ടേജ് ആണ്. ശരിയല്ലേ? വി മൈനസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വി ഇൻ ആണ്. സോ വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് കിട്ടിയേ? വി ഇൻ തന്നെ കിട്ടിയേ. വി ഇൻ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? വി ഇൻ എന്ന് പറയുന്നത് 2 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 വോൾട്ട്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ആൻസർ വരിക? 2 വോൾട്ട് എന്നുള്ളതാണ് ആൻസർ വരിക. ഇവിടെ ഈ ബാറ്ററി വോൾട്ടേജ് ആണ്, ഇത് സപ്ലൈ വോൾട്ടേജ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട? ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമുക്ക് കിട്ടിയ ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വാല്യൂ, നമുക്ക് ഇവിടെ നിന്ന് ഈ വോൾട്ടേജ്, ഇപ്പോൾ ഈ വോൾട്ടേജ് വി ഇന്നിന്റെ വാല്യൂ 20 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 20 ആണെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് 20 എന്ന് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിന്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? 15 വോൾട്ട് ആയിരിക്കും വരിക. കാരണം ഈ ബാറ്ററിന്റെ ഈ വോൾട്ടേജിന്റെ അപ്പുറത്തേക്കുള്ള വോൾട്ടേജ് എന്ത് ചെയ്യില്ല? ഇവിടെ ഔട്ട്പുട്ടിൽ വരില്ല. ഇപ്പോൾ ഈ കേസിൽ 2 വോൾട്ട് ആണ്, അതൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഐഡിയൽ ഓപ്പ് ആമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്ലസ് മൈനസ് ടെർമിനലിലെ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ഈ പ്ലസ്സിലുള്ള വോൾട്ടേജ് തന്നെയാണ് വി ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഷോർട്ട് ചെയ്ത പോലെ കണക്ഷൻ കണ്ടോ? ഫീഡ്ബാക്ക് കണ്ടോ? യൂണിറ്റി ഫീഡ്ബാക്ക്. അവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പറയാം വി ഔട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? വി മൈനസിന് ഈക്വലാ. പക്ഷേ വി മൈനസ് ഓൾറെഡി എന്തിന് ഈക്വലാ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? വി ഇന്നിന് ഈക്വലാണ്. അപ്പോൾ വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായി? വി ഇൻ ആയി, 2 വോൾട്ടായി. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം, ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓപ്പ് ആംപ് ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഫോർ എ സൈൻ വേവ്. ഇത് ഡിഫറൻഷിയേറ്റർ ആണ്, ഡിഫറൻഷിയേഷൻ ആണ് നടക്കുക. സൈൻ വേവ് ആണ്. സൈൻ വേവിന്റെ ഡിഫറൻഷിയേഷൻ എന്താ? കോസ് വേവ് ആണ്. സോ കൊസൈൻ എന്നുള്ളതാണ് ആൻസർ. കൊസൈൻ ആണ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഷ്മിഡ് ട്രിഗർ. ഷ്മിഡ് ട്രിഗർ എന്ന് പറയുമ്പോൾ അവിടെ സ്ക്വയർ വേവ് ആണ് ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ സ്ക്വയർ വേവ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് നോക്കുക. കൺവേർട്ടിംഗ് ആൻ ഇറഗുലർ ഷേപ്ഡ് വേവ് ഫോം ഇൻടു എ സ്ക്വയർ വേവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഹൗ മെനി കമ്പാരേറ്റേഴ്സ് ആർ റിക്വയർഡ് ഫോർ എ ഫ്ലാഷ് ടൈപ്പ് ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അതിൽ എത്ര കമ്പാരേറ്റേഴ്സ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, 2n - 1. 2n - 1 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ സാധാരണ ഇവിടെ എത്ര എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ എത്ര ബിറ്റ് ആണ് എന്നുള്ള കാര്യം കിട്ടുന്നത്. n എന്ന് പറഞ്ഞാൽ ബിറ്റ്സ് ആണ്, നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ബിറ്റ് എത്രയാണ്? 4 ബിറ്റ് ആണോ? എത്രയും തന്നിട്ടില്ല. പക്ഷേ ഇത് പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇത് 4 ബിറ്റ് ആണെന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് 2⁴ - 1 which is equal to 16 - 1 is equal to 15. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള സംഖ്യകളിൽ ഇപ്പോൾ നമുക്ക് വരുന്നത് ഏതാണ്? ഓക്കെ ആയിട്ടുള്ളത് 15 ആണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദിസ് അവിടെ ഉണ്ടായതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ഒരു ഡൗട്ട് പറയാം. കാരണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എത്ര, ഹൗ മെനി കമ്പാരേറ്റേഴ്സ് ആർ റിക്വയർഡ് ഫോർ എ ഫ്ലാഷ് ടൈപ്പ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ.
അപ്പോൾ ഇക്വേഷൻ പ്രകാരമുള്ളത് നമുക്ക് എത്ര ബിറ്റ് ഉണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ 15 എന്ന് പറയാം, 4 ബിറ്റ് എന്ന് അസ്യൂം ചെയ്തിട്ട്, പക്ഷെ നൺ ഓഫ് ദിസ് ഉണ്ടായതുകൊണ്ട് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. നെക്സ്റ്റ്, ഇൻ എ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് PLL, range of frequencies over which the PLL can maintain lock with incoming signal. ഇൻകമിങ് സിഗ്നലുമായിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയുമായി ആ സിഗ്നലുമായിട്ട് PLL ലോക്കാകുന്ന ആ ഫ്രീക്വൻസി റേഞ്ച് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ 2 പേരുകൾ, ലോക്ക് റേഞ്ച് അതേപോലെ തന്നെ ക്യാപ്ചർ റേഞ്ച് എന്ന് പറഞ്ഞ് 2 പേജുകൾ കാണാം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ആ വരുന്ന സമയത്താണ് പറഞ്ഞത് അല്ലേ, മെയിൻറ്റെയിൻ ആകുമ്പോഴും മറ്റേതാകുമ്പോഴും 2 കാര്യങ്ങളാണ്. അപ്പം ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് റേഞ്ച് എന്നാണ് പറയുക. ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലോക്ക് റേഞ്ച് എന്നാണ് പറയുക. അതേസമയം പെട്ടെന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലി നമുക്ക് ആ ഒരു ലോക്ക് കിട്ടണം, ലോക്കിനെ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്ചർ റേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, അതുകൊണ്ട് ലോക്ക് റേഞ്ച് എന്നുള്ളതാണ് അതിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ 555 timer pin that should be connected to power supply when unused to maintain normal operation. 555 ടൈമറിൻ്റെ ഏത് പിന്നാണ് നമ്മൾ പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്? അത് വെൻ ലെഫ്റ്റ് അൺയൂസ്ഡ്, അത് റീസെറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. റീസെറ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ ആണ്, 0 ആണ്. അപ്പോൾ അതാണ് അൺയൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നോർമൽ ഓപ്പറേഷനിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സപ്ലൈ പിന്നിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. Which principle specifies the necessary condition for sustained oscillation? നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ ബാർകോസൻ ക്രൈറ്റീരിയ, നമ്മുടെ എന്താ പറയുക, ആംപ്ലിഫിക്കേഷൻ ഗെയിൻ, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ഗെയിൻ. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റ് ലൂപ്പ് ഗെയിൻ, അത് 1 ആയിരിക്കണം. അതിൻ്റെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ 0 കിട്ടണം അല്ലെങ്കിൽ 360 കിട്ടണം. സോ അതിൻ്റെ പേരാണ് ബാർകോസൻ ക്രൈറ്റീരിയ, സസ്റ്റൈൻഡ് ഓസിലേഷൻ കിട്ടാനുള്ള പ്രിൻസിപ്പിൾ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോൺ സൈനസോയിഡൽ ഓസിലേറ്റർ? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, സ്ക്വയർ വേവ് പോലെ, അതാണ് നമ്മുടെ നോൺ സൈന. ഹാർട്ട്ലി ആണെങ്കിലും RC ഫേസ് ഷിഫ്റ്റ് ആണെങ്കിലും വീൻ ബ്രിഡ്ജ് ആണെങ്കിലും ഒക്കെയും സൈനസോയിഡൽ ഓസിലേറ്റർ ആണ്. അടുത്ത ചോദ്യം, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഓസിലേറ്റർ ഹാസ് എ ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി? ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഏറ്റവും കൂടിയത് ഇതിലേതിനാണ്? ഏത് ഓസിലേറ്ററിനാണ്? ക്ലാപ്പ് ഓസിലേറ്റർ ആണോ, ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണോ, വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണോ, കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണോ എന്നുള്ളതാണ്. ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഇതിലാണെന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെ പറയാം ഏതാണ്? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് ഇവിടെ ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. കാരണം അതിൽ ക്വാർട്സ് ക്രിസ്റ്റൽ, അതിൻ്റെ പീസോ ഇലക്ട്രിക് റെസനൻസ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ മാറിയാലോ, വോൾട്ടേജ് മാറിയാലോ, അല്ലെങ്കിൽ അത് കാലക്രമേണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ വേരിയേഷൻ വരുമ്പോഴൊന്നും എന്ത് ചെയ്യില്ല, അത് അങ്ങനെ അതിനൊരു മാറ്റം ഒന്നും സംഭവിക്കില്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അപ്പോൾ ഫ്രീക്വൻസി മാറൂല, ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിട്ട്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നാണ്. അതിന് പീസോ ഇലക്ട്രിക് റെസനൻസ്, ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ പീസോ ഇലക്ട്രിക് റെസനൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.